വലിയൊരു സംഭവമാണ് തിരുനാവായ മണപ്പുറത്ത് ജനുവരി 19 നടക്കാൻ പോകുന്നു. ആ സംഭവം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം. ആ സംഭവം വലുതായതുകൊണ്ടാണോ ചില പാരകളൊക്കെ അതിന് വന്നുകൊണ്ടിരിക്കുന്നത്? സംഭവം വലുതാണ് സാർ. അതുകൊണ്ടുള്ള സാധ്യതകൾ, രാഷ്ട്രീയ സാധ്യതകളാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഈ രാഷ്ട്രീയ സാധ്യതകളുടെ പിന്നാമ്പുറത്തെ മുനകളെ ഒടിക്കുവാൻ വേണ്ടി ഇപ്പോഴേ ഒരു മഹാമഹം തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഭരണപക്ഷം. അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ ഗൂഢകുതന്ത്ര മാർഗങ്ങളുടെ ആദ്യ ഫലമാണ് ഈ കഴിഞ്ഞ ദിവസത്തെ നോട്ടീസായിട്ട് തദ്ദേശ സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ കണ്ടത്. ആക്ച്വലി ഈ മേളയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കേരളത്തിലെ ആൾക്കാർക്ക് പുറമെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നുമുള്ള നിരവധിയായ ആൾക്കാരുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിങ്ങുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. കർണാടകത്തിൽ നിന്ന് തന്നെ 500 ബസ്സുകളാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. കർണാടകത്തിൽ നിന്ന് മാത്രം എത്ര? ആന്ധ്രാപ്രദേശ്, തെലങ്കാന, മഹാരാഷ്ട്ര, മറ്റ് സംസ്ഥാനങ്ങളും വടക്കേന്ത്യ സംസ്ഥാനങ്ങളിലും എല്ലാം ഈ ട്രെയിൻ ടിക്കറ്റുകളാണ് വ്യാപകമായിട്ട് ബുക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 25 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടക്ക് ആൾക്കാർ വരാമെന്നുള്ളതാണ് ഏകദേശ കണക്ക്. അത് കേരളത്തിൽ നിന്ന് പുറത്താണ്, കേരളത്തിൽ പുറത്തു നിന്ന് വരുന്നതാണ്. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആഭ്യന്തരമായിട്ട് ചില ശബരിമലയേക്കാൾ വലിയൊരു സംഭവമായിട്ട് ശബരിമല മകരസംക്രമം അതിനേക്കാളും മകര ജ്യോതിസ് തെളിക്കൽ ഈ സംഭവത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ വലിയൊരു കൂട്ടമായിരിക്കും. പിന്നെ ഇത് മല കയറണ്ട, കാട് കയറണ്ട, ഇത് തിരുനാവായ ഭാരതപ്പുഴയുടെ പുളിനങ്ങളിലാണ്, മണൽത്തിട്ടിലാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വിശാലമാണ് ഇതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത്. ആ സാധ്യത പരിഗണിക്കുമ്പോൾ നമ്മൾ കാണുന്നത് വടക്കേ ഇന്ത്യയിൽ നടന്ന, അതായത് UP-യിൽ നടന്ന കുംഭമേളയിൽ കേരളത്തിൽ നിന്ന് പോലും ഈ ഇങ്ങേ അറ്റത്ത് നിന്ന് പോലും യാത്ര ചെയ്ത് അവിടെ ആൾക്കാരെത്തി എന്നിരിക്കെ കേരളത്തിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷം നടക്കുക, നമ്മൾ അറിയുന്ന ഏകദേശം 175 വർഷത്തിന് ശേഷം എന്നൊക്കെയാണ് പറയപ്പെടുന്നത്, നടക്കുന്ന ഈ ഒരു കുംഭമേള എന്ന് പറയുന്നത് വളരെയേറെ പ്രത്യേകതകൾ ഉള്ളതാണ്. രാഷ്ട്രീയമായിട്ട്, സാമ്പത്തികമായിട്ട്, സാമൂഹ്യമായിട്ടൊക്കെ. അതായത് നമുക്ക് ആദ്യം അതിൻ്റെ രാഷ്ട്രീയ അവസാനം പറയാമെന്ന് കരുതുന്നു. സാമ്പത്തികമായിട്ട് പറഞ്ഞാൽ സാർ തന്നെ പറഞ്ഞു, കർണാടകയിൽ നിന്ന് മാത്രം ഇത്രയും 500ഓളം ബസ്സുകൾ, ടൂറിസ്റ്റ് ബസ്സുകൾ ബുക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ അതല്ലാതെ വരുന്നവരെ ആലോചിച്ചു. ഇവരെല്ലാം കേരളത്തിലേക്ക് ഭക്ഷണവും പൊതിഞ്ഞുകൊണ്ടല്ലല്ലോ വരുന്നത്, വസ്ത്രവും പൊതിഞ്ഞുകൊണ്ടല്ലല്ലോ വരുന്നത്. അവർ പരിമിതമായ സൗകര്യങ്ങളും നിറഞ്ഞ മടിശീലയുമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഈ പണമെല്ലാം കേരളത്തിൽ ചെലവഴിച്ച് ഏകദേശം കോടിക്കണക്കിന് രൂപയുടെ, ഇപ്പോൾ എസ്റ്റിമേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം കോടി വരെ ആകാവുന്ന തുക ഈ മലപ്പുറം എന്ന ജില്ലയും അതിന് ചുറ്റുവട്ടത്തും ചിലവഴിക്കപ്പെടുമെന്നുള്ളതാണ്. ആദയിലേക്കാണ് സാർ എത്തുന്നത്. ഒന്നും കിട്ടുന്നില്ലേ എന്ന് വടക്കു നോക്കി യന്ത്രം പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന KN ബാലഗോപാലിനുള്ള ഉത്തരമാണ് ഇവിടെ കിട്ടാൻ പോകുന്നത് അല്ലേ? ഇതിനെല്ലാത്തിനും ഇവിടെ നടത്തുന്ന ഓരോ പർച്ചേസിനും നികുതിപ്പണമായിട്ട് ഖജനാവിലേക്ക് ഏറ്റവും ചുരുങ്ങിയത് 1 ലക്ഷം കോടി രൂപയുടെ ഒരു 25% എന്ന് ആലോചിച്ച് നോക്കി എത്ര ഭീകരമായ സംഖ്യ എത്താവുന്നതാണ്. ഇതുകൂടാതെ നാടിൻ്റെ സമ്പൽ സമൃദ്ധിക്കും കച്ചവട താല്പര്യങ്ങൾക്കും എല്ലാം അനുകൂലമാണ്. ആയിരക്കണക്കിന് ഹോട്ടൽ മുറികൾ ബുക്ക് ചെയ്യപ്പെടും, ടാക്സികൾ, ഓട്ടോറിക്ഷകൾ, മറ്റ് വാഹനങ്ങളൊക്കെ ഇതിനു വേണ്ടി നിയോഗിക്കപ്പെടും. പിന്നെ ഇവിടെ നിന്ന് വിതരണം ചെയ്യുന്ന കുടിവെള്ളമാകട്ടെ, വസ്ത്രങ്ങളാകട്ടെ, അങ്ങനെ പച്ചക്കറിയാകട്ടെ, ഭക്ഷണശാല, എല്ലായിടത്തും നിറഞ്ഞു കവിഞ്ഞ് തുളുമ്പുന്ന ഒരു വരുമാനം ജാതി മത ഭേദമില്ലാതെ കേരളത്തിൽ ഒഴുകിയെത്തുന്ന ഒരു സംവിധാനത്തെ കേവലമായ നിസ്സാരമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മെമ്മോ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ പിന്നിൽ വലിയൊരു സംഭവം കൂടെയുണ്ട്. ഇത്രയും സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക്, അത് പ്രത്യേകിച്ച് മലപ്പുറത്തേക്ക് ആൾക്കാർ എത്തുന്നതിന്റെ പിന്നിൽ BJPയുടെ ഒരു നിഗൂഢമായ കരങ്ങൾ, അവരുടെ ഒരു അജണ്ട ഇല്ലേ? ബ്രിഡ്ജിങ് ദി സൗത്ത്. ഇപ്പോൾ ഭാരതപ്പുഴയുടെ മുകളിൽ കൂടെ അവർക്ക് ബ്രിഡ്ജ് നിർമ്മിക്കാനുള്ള അനുമതി കൊടുത്തിട്ടില്ല. വില്ലേജ് ഓഫീസർ വന്ന് തടഞ്ഞു. അത് അങ്ങ് മുകളിലുള്ള ആസൂത്രണമാണ്, CM-ൻ്റെ ഓഫീസിൽ നിന്നുള്ള ആസൂത്രണമായിരിക്കണം. അപ്പോൾ BJP എന്ന് പറയുന്നത് ബ്രിഡ്ജിങ് ദി, ഒരു ബ്രിഡ്ജുണ്ട് അവരുടെ, അതായത് ബ്രിഡ്ജിങ് ദി സൗത്ത് എന്ന് പറയുന്നത്. കട്ടിങ് ദി സൗത്ത് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇവിടെയുള്ള കുറേ മാധ്യമങ്ങളും പ്രത്യയശാസ്ത്രം പറയുന്നതാണ്. അതെ, കട്ടിങ് ദി സൗത്ത്. ആ കട്ടിങ് ദി സൗത്തിനുള്ള ഒരു മറുപടി കൂടിയാണ് BJPയുടെ ബ്രിഡ്ജിങ് ദി സൗത്ത് എന്നുള്ളത്. അതിൻ്റെ ഒരു ഭാഗമല്ല ഇത്. അവർ കേരളത്തിലേക്ക് കടന്നു വരുന്നതോ അവർ ഏത് സ്റ്റേറ്റിലേക്ക് ഇല്ലെന്നതും സാംസ്കാരികമായൊരു അധിനിവേശം കൂടെ ഉൾപ്പെടെയാണ്. അതായത് പ്രതിച്ഛായ മികച്ചതായിട്ട് സൃഷ്ടിച്ചു. അധിനിവേശം എന്ന് പറയണ്ടല്ലോ, ഐക്യം.
ഐക്യമാണ്. പക്ഷെ അത് ഞാൻ ഇവരുടെ എതിർചേരിയിൽ നിന്നുകൊണ്ട് പറയാം, നമ്മൾ ഉൾക്കൊള്ളേണ്ട സംസ്കാരം ആണ്. ഒറിജിനലി കേരളത്തിന്റെ അടിസ്ഥാനപരമായ സംസ്കാരത്തെ അവർ കേരളം തന്നെ തമസ്കരിക്കുമ്പോൾ സംസ്കാരത്തിലൂടെ എങ്ങനെ കടന്നു വരാമെന്നാണ് നോക്കുന്നത് BJP. സംസ്കാരത്തിലൂടെ അധികാരത്തിലേക്ക്. ആ അധികാരം ശാശ്വതമായിരിക്കും. കാരണം എന്ന് പറയുന്നത് ഒരു പുതിയ സംസ്കാരമായിട്ടാണ് ഇപ്പൊ ഹിന്ദുത്വത്തെ പലരും കാണുന്നത്. ലോകം മുഴുവൻ അത് വ്യാപിക്കുന്നു. അതിന്റെ പിന്നാലെ ഇപ്പോൾ നമ്മുടെ ഭജൻ ഗ്രൂപ്പുകളുടെ കാര്യം പോലും അറിയാമല്ലോ. ഇന്ത്യയിൽ അങ്ങനെ ഒരു സംസ്കാരമില്ലായിരുന്നു. ഏകദേശം 1.5-2 വർഷം മുൻപ് വരെ സജീവമല്ലാത്തത്, എന്നാൽ പതിയെ ഒരു 5-6 വർഷം മുമ്പ് പതിയെ തുടങ്ങിയത് ഇന്ന് നമുക്ക് നന്ദഗോവിന്ദം പോലുള്ള കേരളത്തിലെ ഭജൻ ബാൻഡുകളെ പോലെ ഇന്ത്യയിൽ എമ്പാടുമുണ്ട്. ഇതിന്റെ എല്ലാം പിന്നിൽ BJP ആണ്, അല്ലെങ്കിൽ RSS ആണ്, സംഘപരിവാറാണ്. അപ്പോൾ നന്ദഗോവിന്ദത്തിന്റെ പിന്നിൽ RSS ആണോ? അല്ല, ഒരു സംസ്കാരത്തെ ജനതയിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ ആ സംസ്കാരം അതുകൊണ്ടാണോ അതിനെതിരെയും ബാരകൾ വരുന്നത്? എന്താ സംശയം? അതിനെതിരെ CPM ശക്തമായിട്ട് രംഗത്തിറങ്ങിയില്ലേ? ഇത്രയും മാധ്യമ പോസ്റ്റുകളാണ് വരുന്നത്. പിന്നെ ഈ പരിപാടി എങ്ങനെ തടസ്സപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. സ്വകാര്യ ദേവസ്വങ്ങളിൽ ഈ പരിപാടി നടത്തുന്നതിന് DYFIക്കാർ നന്ദഗോവിന്ദം തുടങ്ങിയിട്ടുണ്ട്. അതില്ലേ അവര് എന്താ തിടമ്പ് നൃത്തം നടത്തിയത് ഓർക്കുന്നില്ലേ? ബാലഗോകുലത്തിന്റെ ശോഭയാത്ര നടത്തുന്നത് കേൾക്കുന്നത്. ഇതേ സംബന്ധിച്ച് സ്വാമി ആനന്ദവനം ഭാരതി, അദ്ദേഹമാണല്ലോ മഹാമണ്ഡലേശ്വറായിട്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്ത് വില കൊടുത്തും ഇത് നടത്തുമെന്നാണ്. അങ്ങനെ ഒരു പ്രഖ്യാപനം ഉത്തരകാശി ജൂന അക്കാട്ട് മഠാധിപതിയാണ്. ഉത്തർപ്രദേശാണ്. അദ്ദേഹം അങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ ഒന്നും കാണാതെ അദ്ദേഹം പറയുകയില്ല. അദ്ദേഹത്തിന്റെ പിന്നിൽ വൻ സ്വാധീനമായിട്ട് ഈ അഖണ്ഡ ഭാരതം മുഴുവൻ നിലനിൽക്കുന്ന സംഘപരിവാറിന്റെ ഐഡിയോളജി ഉണ്ട്. അവർക്ക് കേരളം പിടിക്കണമെങ്കിൽ എല്ലാ മാർഗവും സ്വീകരിക്കും. BJPയുടെ ഒരു തന്ത്രം സൗത്ത് ഇന്ത്യ പിടിച്ചെടുക്കുക എന്നത് തന്നെയാണ്. ബാലികേറ മലയല്ല ഒരു സ്ഥലവും. അതിന് ഏറ്റവും മികച്ച തന്ത്രം ആവിഷ്കരിക്കാനുള്ള ഒരു കളമൊരുക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ ചെയ്യുന്നത്. പ്രത്യക്ഷത്തിൽ നമ്മൾ കഴിക്കുന്നത് ടോണിക്കാണെന്ന് തോന്നുമെങ്കിലും CPM-നെ സംബന്ധിച്ച് അത് അവരെ സംബന്ധിച്ച് വിഷമായിട്ട് പിന്നീട് മാറും. എന്നാൽ ഇത് ഈ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം നെല്ലിക്ക പോലെയാണ്. ആദ്യം കഴിക്കുകയും പിന്നീട് മധുരിക്കുകയും ചെയ്യും. അതാണ് BJP സ്വപ്നം കാണുന്നത് ഈ പരിപാടിയിൽ. ഓക്കെ, ഒരു പ്രതിരോധം സൃഷ്ടിച്ചിട്ട് വിജയം നേടുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. കേരളത്തിനെ ഈ കുംഭമേളയിൽ നിന്നൊക്കെ വിമുഖരാക്കാൻ വേണ്ടി ഒരു പ്രമുഖ ചാനൽ ഒരു ശ്രമം നടത്തി. അതിലെ വലിയ പോപ്പുലറായിട്ടുള്ള ഒരു വലിയ ജനകീയവാദിയും ഈ നമ്മുടെ ടുക്കട ഗ്യാമങ്ങിൻ്റെ ഭാഗമെന്ന് തോന്നുന്ന ആള് കേരളത്തിൽ നിന്ന് പോലും ഉത്തർപ്രദേശിലെ കുംഭമേളയ്ക്ക് ആളുകൾ പോയി എന്നുള്ളത് വലിയൊരു കുറ്റമായിട്ട്, കേരളീയരുടെ വലിയൊരു കുറ്റമായിട്ട് അവരെ അവതരിപ്പിക്കുന്നുണ്ട് അവരുടെ കവർ സ്റ്റോറിയിൽ. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ആൾ പോകേണ്ട കാര്യമില്ല, കേരളത്തിൽ തന്നെ ഇത് ചെയ്യാമെന്നുള്ള ഒരു സന്ദേശം കൂടി ഇല്ലേ ഇതിൻ്റെ പിന്നിൽ? ഇപ്പോൾ ഈ അത് കേരളത്തിൽ ഈ കാര്യം ചെയ്യുന്നതിന് എന്താണ് തടസ്സം? കേരളത്തിൽ നിന്ന് മക്കയിൽ നമുക്ക് പോകാം, കേരളത്തിൽ നിന്ന് റോമിൽ നമുക്ക് പോകാം. കേരളം എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്തിലെ സംസ്ഥാനം മാത്രമാണ്. അവിടുത്തെ നയങ്ങൾ രൂപീകരിക്കുന്നതിൽ പത്രങ്ങൾക്കല്ല, ജനങ്ങൾക്ക് തന്നെയാണ് പങ്കാളിത്തമുള്ളത്. ഇപ്പൊ കുംഭമേളയെ സംബന്ധിച്ച് ഇത്ര ഒരു വിവാദം വരുമ്പോൾ പല ആൾക്കാരും നെറ്റിയൊളിക്കും, ഇത് നടക്കുമോ, ഇതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും ഇത് ചെയ്യില്ലെന്ന്. ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ചും സ്റ്റോപ്പ് മെമ്മോ കിട്ടിയിരിക്കുന്നതുകൊണ്ട് സർവ്വശക്തിയും സംഘടിപ്പിച്ചുകൊണ്ട് ഇത് ശരിക്കും പറഞ്ഞ സംഘപരിവാർ ശക്തികൾ ഇത് നടത്തുമെന്നുള്ളതും അത് വളരെ അവരുദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ശക്തിയോടുകൂടി ആയിരിക്കുമെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കും. കാരണം വലിയൊരു പോയിന്റ്. അതെ എന്താണെന്നറിയാമോ, നമ്മുടെ നാട്ടിലെ സിനിമ റിലീസ് ചെയ്യുമ്പോൾ വിവാദം ഉണ്ടാകുന്ന സിനിമകളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ബമ്പർ ഹിറ്റ് ആകും. എന്നതുപോലെ ഈ വിവാദം ഇതിലേക്ക് ഉറങ്ങിക്കിടന്നൊരു വിഷയത്തിലേക്കുള്ള ശ്രദ്ധയായിട്ട് മാറുകയാണ്. പക്ഷെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ശബരിമലയിലെ ധർമ്മശാസ്താവിന് ഹരിവരാസനം പാടി ഉറക്കുന്നത് പോലെ ആ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നവരെ ഒന്ന് ഉറക്കുക എന്നുള്ളതാണ്. അതായത് ഒരു വിഷയത്തിന് ഒരു ട്വിസ്റ്റ് കൊടുക്കണം. ഹിന്ദുക്കളെ നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട, നിങ്ങൾക്ക് പുതിയ ഇര തന്നിട്ടുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹിന്ദുക്കൾ ഇപ്പോൾ രണ്ടും ശ്രദ്ധിക്കും. ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോഴുള്ള മറ്റൊരു കുഴപ്പമുണ്ട്. ഇലക്ഷനാണ് വരുന്നത്. മുന്നണികൾക്ക് ഇലക്ഷൻ എന്ന കടമ്പ കടക്കണമെങ്കിൽ എന്ത് നിലപാട് സ്വീകരിക്കണം, ആരെ അവർക്ക് പിണക്കാൻ പറ്റുകയില്ല. അപ്പോൾ പ്രത്യക്ഷത്തിൽ ഈ ഹിന്ദു സംഘടനകളുടെ അജണ്ടകൾ നടക്കുകയും അതിനെതിരെ രംഗത്ത് വരാൻ ആർക്കും പറ്റാത്ത രീതിയിലുള്ള ഒരു ഊരാക്കുടുക്കിലേക്ക് ഗവൺമെൻറ്റിൻ്റെ ഈ നിലപാട് കൊണ്ടുവന്നെത്തിക്കും. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആനന്ദവനം ഭാരതി സ്വാമികൾ ഇങ്ങനെ പറഞ്ഞത്, എന്ത് വന്നാലും ഇത് നടത്തുമെന്നുള്ളത്. ഇനി ഇതോടൊപ്പം കേരളത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും വടക്കേ ഇന്ത്യയിൽ ചർച്ചയാകും എന്നുള്ള കാര്യം സാറിന് അറിയാം. വേറൊരു കാര്യം കൂടെ, ധ്വജാരോഹണം 19-ാം തീയതിയാണ്, ജനുവരി 19-ന്. അത് നിർവഹിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനമായ ഗവർണറാണ് അത് നിർവഹിക്കുന്നത്.
അവിടെയാണ് ഈ പാലം പൊളിക്കാൻ നോക്കുക, പാലം വലിക്കാൻ ഈ സംസ്ഥാന ഗവൺമെൻറ് നോക്കുന്നത്. പാലം വലിക്കാൻ സംസ്ഥാന സർക്കാർ നോക്കുമ്പോൾ പാലമിടാനായിട്ട് ഇവിടെ കോടതി എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. നിബന്ധനകളോടുകൂടി, എഗ്രിമെന്റോടുകൂടി, പൊളിച്ചു കളയാമെന്ന വ്യവസ്ഥയിൽ, ഏത് സാധനം ഉപയോഗിക്കണമെന്ന രീതിയിൽ, എന്ത് കപ്പാസിറ്റിയിൽ, എത്ര സുരക്ഷിത പരമായ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന രീതിയിലൊക്കെ ഇവിടെ ഒരു കോടതിയുണ്ട് സാർ. ആ കോടതിക്ക് മുകളിലല്ല ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഉൾപ്പെടെ, കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടെ എല്ലാവരും നിയമത്തിന്റെ കീഴിലല്ലേ? അപ്പോൾ ഈ ഒരു എടുത്തുചാട്ടം LDFന്റെ പിന്നിൽ നടത്തിയതിലെ ദുരൂഹതയ്ക്കപ്പുറം എന്തെങ്കിലും കണ്ടെത്താനാവാത്ത നിഗൂഢതകളും അതിൻ്റെ പിന്നിലുണ്ടോ എന്ന് ഇപ്പോൾ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ ചർച്ച ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും BJPയുടെ സീറ്റുകളുടെ എണ്ണം ഉയർത്താനുള്ള ഒരു ലക്ഷ്യം കൂടെ അതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.